إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിന് നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്ന ദിവസം. നമുക്കറിയാം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായ അവബോധം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ വളരെ മോശമായ രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെതിരെ ഏതെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് കൃത്യമായി ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി തെരഞ്ഞെടുക്കുന്നത്. പിറ്റത്തെ വർഷം 1973 മുതൽ ഔദ്യോഗികമായി ഈ ദിനം ആചരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തില് കൃഷി വകുപ്പും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ കേന്ദ്രീകരിച്ച് വ്യത്യസ്തമായ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു ദിവസത്തെ കടമയല്ല, മറിച്ച് നമ്മുടെ ജീവിത ശൈലിയാകണം എന്നുള്ളതാണ് അതിന്റെ മുദ്രാവാക്യം. ഇസ്ലാമിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി മതമാണ് ഇസ്ലാം. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും റബ്ബ് സംവിധാനിച്ചു വച്ചിട്ടുള്ള കൃത്യമായൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും ഏത് വസ്തുവേയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു. മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. വഖലഖ, കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടിച്ചത്. കുല്ല ശൈഇൻ, ഓരോ വസ്തുവിനെയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതുമായ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഫഖദ്ദറഹു തഖ്ദീറ, കൃത്യമായ ശരിയായ ഒരു വ്യവസ്ഥ പ്രകാരം ശരിയാകുന്ന ഒരു രൂപത്തിൽ റബ്ബ് അതിനെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി ഈ ആയത്തിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ഭൂമി, ജലം, അന്തരീക്ഷം, പർവ്വതങ്ങൾ, അതുപോലെ തന്നെ ജീവജാലങ്ങൾ, സസ്യങ്ങൾ തുടങ്ങി ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിന്റെ കീഴിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാത്തിനെയും ഒരു വ്യവസ്ഥ പ്രകാരം കൃത്യമായി റബ്ബ് സൃഷ്ടിക്കുകയും സംവിധാനിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോന്നിനും കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം രൂപത്തിലാണ് അത് വ്യവസ്ഥപ്പെട്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എന്ന് കൃത്യമായി റബ്ബ് അതിന് അളവ് കേന്ദ്രീകരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് രൂപത്തിലാണോ റബ്ബ് അതിനെ വ്യവസ്ഥപ്പെടുത്തിയത് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ വസ്തുക്കളൊന്നും സഞ്ചരിക്കുന്നില്ല. നമുക്കറിയാം, സൂര്യനെ കുറിച്ച് പഠിക്കുമ്പോൾ, ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഗോളങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ആകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ റബ്ബ് സംവിധാനിച്ചു വെച്ച ആ സംവിധാനത്തിലൂടെ ഇങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇതതിന്റെ സ്വയം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എങ്ങാനും റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വച്ചിട്ടുള്ള ആ സംവിധാനങ്ങൾക്കപ്പുറമായിക്കൊണ്ട് ഒരു ചെറിയൊരു രൂപത്തിലെങ്ങാലും ആ അളവ് തെറ്റിക്കൊണ്ട് ആ താളത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഇതെങ്ങാലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് പ്രവചനാതീതമായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിനും അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ഈ പ്രകൃതിയുടെ തന്നെ സന്തുലനാവസ്ഥയ്ക്കും അതെന്തെയും കോട്ടം സൃഷ്ടിക്കുമെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു വിഷയമാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് കീഴിൽ എന്തെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ടോ ആ സംവിധാനങ്ങളിൽ മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവൻക്ക് വ്യവസ്ഥപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ കഴിവനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അവനിക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമോ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ, അവന്റെ ജീവിതത്തിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ അവനക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ അതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കഴിവ് അവനക്ക് സംവിധാനിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണം കൂടിയാണ്. ഏത് രൂപത്തിലുള്ള പരീക്ഷണം? ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച ഈ സംവിധാനങ്ങളെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകാൻ മനുഷ്യന് ശ്രദ്ധിക്കണം എന്നതാണ് ഒന്നാമതായി അവൻ തിരിച്ചറിയേണ്ട കാര്യം. ഈ പ്രകൃതി, ഈ ഭൂമി റബ്ബ് നമുക്ക് സഹായകമാകുന്ന രൂപത്തിൽ നമുക്ക് കൃത്യമായി എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രപഞ്ചം നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയും ആ അനുഗ്രഹത്തിന് കോട്ടം തട്ടാതെ ആ അനുഗ്രഹത്തിനൊരു നാശവും വരാതെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. രണ്ടാമതായി, ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കോട്ടങ്ങളോ നാശങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രകൃതിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ദൂഷ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് ആ നാശങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യണം? റബ്ബ് നൽകിയ പരീക്ഷണമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിന് നന്ദി കാണിക്കാൻ മനുഷ്യൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കോട്ടവുമില്ലാതെ ഒരു ന്യൂനതകളുമില്ലാതെ മനുഷ്യനെ എല്ലാ രൂപത്തിലും ഇതെന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായി നന്മയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ മനുഷ്യന് ഏറ്റവും നല്ല രൂപത്തിൽ നന്മയാകുന്ന രൂപത്തിലാണ് പടച്ചു വെച്ചിട്ടുള്ളത്. ഈ നന്മയാക്കി സംവിധാനിച്ചു വച്ചു തന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് അതിന് നാശമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. പക്ഷേ ഭൂമിയിൽ പല രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിന് പല രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ജനങ്ങൾ കൃത്യമായി അറിയാതെ മനസ്സിലാക്കാതെ അവന്റെ ഇഷ്ടപ്രകാരം അവനക്ക് തോന്നിയതുപോലെ വിഹരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ദുനിയാവില് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ് കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എന്തെല്ലാം നാശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് മുഴുവനും മനുഷ്യൻ കൊണ്ടുപോയി എത്തിച്ചു വെക്കുന്നതാണ്. അന്തരീക്ഷം മലിനമാകുന്നുണ്ടോ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഏതെല്ലാം രൂപത്തിൽ താളങ്ങൾക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടോ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അള്ളാഹ് സംവിധാനിച്ചു വച്ച സംവിധാനങ്ങൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്കുള്ള ബാധ്യതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും മേൽനോട്ടക്കാരാണ്, നിങ്ങൾ ഓരോരുത്തരും സംരക്ഷകരാണ്. നിങ്ങളുടെ മേൽനോട്ടത്തിനുള്ളതിനെ കുറിച്ച്, നിങ്ങളുടെ സംരക്ഷണത്തിന്റെ കീഴിലുള്ള വിഷയങ്ങളെ കുറിച്ച് നാളെ അള്ളാഹ് നിങ്ങളോട് ചോദിക്കും. ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ വാചകമായിട്ട് വാക്കുകളായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതിന്റെ ആശയതലങ്ങൾ, അർത്ഥതലങ്ങൾ വലിയ വിശാലമാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള, നമ്മുടെ സംരക്ഷണത്തിന് കീഴിൽ തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അതിന് കോട്ടം തട്ടാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യർക്കുമുണ്ട്, ഓരോ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. അതിന് വിപരീതമായി കൊണ്ട് നമ്മുടെ കരങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്, റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ കൃത്യമായ ബാധ്യതയായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം, അതിന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ സസ്യങ്ങൾ എന്നുള്ളത്.
സസ്യങ്ങളും ജീവജാലങ്ങളും വായുവും വെള്ളവും എല്ലാം ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കുവാൻ നമ്മെ സഹായിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലിയൻളുരിൽ ഇൻസാനു ഇലാ തആമി. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബ. ശക്തിയായിക്കൊണ്ട് അല്ലാഹ് എന്ത് ചെയ്തിരിക്കുന്നു? അവനിക്ക് മഴ, വെള്ളം വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖ. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തിയിരിക്കുന്നു. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. എന്നിട്ട് അതിൽ നിന്ന് നാം ധാന്യങ്ങൾ മുളപ്പിച്ചു. വഇനബൻ വഖൽബ. മുന്തിരിയും പച്ചക്കറികളും അല്ലാഹ് മുളപ്പിച്ചു തന്നു. വസൈതൂനം വനഖ്ല. ഒലീവും ഈന്തപ്പനയും അല്ലാഹ് നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു. വഹദായിഖ ഗുൽബ. ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളെ അല്ലാഹ് നിങ്ങൾക്ക് നൽകി. വഫാകിഹതൻ വഅബ്ബ. പഴവർഗ്ഗങ്ങളും പുല്ലും അല്ലാഹു നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു. മതാഅൻ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണമായിക്കൊണ്ട് അല്ലാഹ് ഈ സംവിധാനങ്ങളെ സംവിധാനിച്ചു തന്നു. അല്ലേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പെയ്യുന്ന മഴ റബ്ബിന്റെ അനുഗ്രഹമാണ്. ഈ മഴ മുഖേന ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ, കഴിക്കുവാൻ ആവശ്യമായ ധാന്യങ്ങളെ അല്ലാഹ് മുളപ്പിച്ചു തന്നു. എങ്ങനെയാണ് ഒരു മഴ പെയ്യുമ്പോൾ, ഒരു വിത്തിടുമ്പോൾ അത് മണ്ണ് വിണ്ടുകീറിക്കൊണ്ട് അതിൽ നിന്ന് ഒരു ചെടിയായി വളർന്നു വരുന്നത്? വിഭവങ്ങളായ ഫലവൃക്ഷങ്ങൾ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി പടച്ചു വെച്ച് സംവിധാനിച്ചു തന്നിട്ടുള്ളത്? നമുക്ക് മാത്രമോ? അല്ലാഹ് ഈ ദുനിയാവിൽ, പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങൾക്കുമുള്ള സഹായകമായിക്കൊണ്ട്, ഉപജീവനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കൃത്യമായി സംവിധാനിച്ചു വെച്ചു. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ആകാശത്ത് നിന്ന് മാഅൻ മുബാറക്കൻ, അനുഗ്രഹീതമായ മഴയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു തന്നത്. ആ മഴ വർഷിക്കുന്നതിലൂടെ പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ തോട്ടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നു. കൊയ്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ധാന്യങ്ങളെയും അല്ലാഹ് നമുക്ക് മുളപ്പിച്ചു തന്നു. എന്തിനു വേണ്ടി? നമുക്കുള്ള ആഹാരമായിക്കൊണ്ട്, ഭക്ഷണമായിക്കൊണ്ട്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും അല്ലാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം മനുഷ്യരായ നമുക്ക് ആദ്യമായി ഉണ്ടാകണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ബോധമുണ്ടായാൽ മാത്രം പോരാ, ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം. എന്താണ് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്കൂളുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ നടക്കുന്ന കാര്യം എന്താ? ഒരു തൈ നടുക, ഒരു ചെടി നടുക, അല്ലെ? കൃഷിക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനങ്ങൾ നൽകുക. ഇതൊക്കെ ദുനിയാവിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയങ്ങളാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ പല രൂപത്തിലുള്ള പദ്ധതികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ. ഒരു മുസ്ലിമും എന്ത് ചെയ്യുന്നില്ല? ഒരു ചെടി നടുന്നില്ല, അല്ലെങ്കിൽ ഒരു കൃഷിയും അവൻ ചെയ്യുന്നില്ല. ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ. പക്ഷികളോ മനുഷ്യരോ അതല്ലെങ്കിൽ കാലികളോ അതിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടല്ലാതെ ഇല്ലാ കാന ലഹു ബിഹി സദഖ. മനുഷ്യനാകട്ടെ, പക്ഷികളാകട്ടെ, കാലികളാകട്ടെ, അവൻ നടുന്ന ചെടിയിൽ നിന്നോ കൃഷിയിൽ നിന്നോ ഈ വസ്തുക്കൾ ഏതെങ്കിലും ഒന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് അവനക്കുള്ള സ്വതക്കയായിക്കൊണ്ടല്ലാതെ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നില്ല? ഒരു ചെടി നടുന്നില്ല എന്നാ പറയുന്നേ. നമ്മളൊരു വൃക്ഷം നടുകയാണ്, ഒരു ചെടി നടുകയാണ്, അല്ലെങ്കിൽ ഒരു ഫലം കായ്ക്കുന്ന ഒരു മരം നമ്മൾ നട്ടു. അതിൽ നിന്ന് നമ്മൾ മാത്രമല്ലല്ലോ, പക്ഷികൾ ഭക്ഷിക്കുന്നുണ്ട്, മറ്റുള്ള മനുഷ്യന്മാർ കഴിക്കുന്നുണ്ട്, പല ആളുകൾക്കും നമ്മളത് കൊടുത്തുവിടുന്നുണ്ട്, പല ജീവജാലങ്ങളും അതിൽ നിന്ന് ഉപകാരമെടുക്കുന്നുണ്ട്. ഇനി ഫലങ്ങൾ ഉണ്ടാകാത്ത വൃക്ഷമാകട്ടെ, അതിൽ വന്നുകൊണ്ട് പല കിളികളും കൂടുകൂട്ടുന്നുണ്ട്, പല ആളുകളും തണൽ അതിന്റെ ചുവട്ടിൽ വന്ന് ഇരുന്നു കൊണ്ട് തണൽ ആസ്വദിക്കുന്നുണ്ട്, ഉപകാരമെടുക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഒരു മരം കൊണ്ട് പല രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ ആളുകൾക്ക്, ജീവജാലങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നത്. ഈ ഉപകാരങ്ങൾ മുഴുവനും മനുഷ്യന് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്,
പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതാ ഇന്നെന്ത് ചെയ്യാണ്, നമ്മുടെ ദുനിയാവിലിരുന്ന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സബ്ഉൻ തജ്രി ലിൽ അബ്ദി ബഅദ മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. ഒരു അടിമ മരണപ്പെട്ടു, ആ അടിമ മരണപ്പെട്ടവന്റെ ഖബറിലായിരിക്കുമ്പോൾ 7 കാര്യങ്ങൾ എന്ത് ചെയ്യും, അവനെ തുടർന്നു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലമ ഇൽമ, ഒരാളെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അറിവ് മറ്റുള്ളവന് പഠിപ്പിച്ചു കൊടുത്തു, ഒരു അറിവ് പകർന്നു കൊടുത്താൽ ആ അറിവിന്റെ ഉപകാരം എന്ത് ചെയ്യും, നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വെളിച്ചമായി പ്രതിഫലമായി എത്തിക്കൊണ്ടിരിക്കും. ഔ അജ്റാ നഹ്റൻ, അതല്ലെങ്കിൽ ഒരു തോട് വെട്ടിക്കൊടുത്തു, വെള്ളമില്ലാത്തൊരു പ്രദേശത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൈവരി, ഒരു തോട് നമ്മൾ വെട്ടിക്കൊടുത്തു, അതല്ലെങ്കിൽ അവനൊരു കിണർ കുഴിച്ചു കൊടുത്തു. അതുമല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, ഒരു ഈന്തപ്പന മരം നട്ടു, അതല്ലെങ്കിൽ അവനൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തു, അതല്ലെങ്കിൽ അവനൊരു മുസ്ഹഫ് പരിശുദ്ധമായ ഖുർആൻ ദാനമായി കൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു. അതുമല്ല എന്നുണ്ടെങ്കിൽ 7-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ തനിക്ക് തന്റെ മരണത്തിന് ശേഷം ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ പ്രാർത്ഥനയുണ്ടായി. ഈ 7 കാര്യങ്ങൾ മനുഷ്യന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അവന്റെ മരണത്തിന് ശേഷം എന്ന അതിൽ പറഞ്ഞതൊക്കെ ഒരു ഈന്തപ്പന മരം നടുക. എന്താണ് ഈന്തപ്പന മരം? നമുക്കറിയാം, ഒരു ഫലവൃക്ഷം നമ്മൾ നട്ടാൽ നമ്മുടെ മരണത്തിന് ശേഷം ആ ഫലവൃക്ഷത്തിൽ നിന്ന് ആരെല്ലാം ഭക്ഷിക്കുന്നുണ്ടോ, ഏതെല്ലാം കിളികൾ കഴിക്കുന്നുണ്ടോ, ഏതെല്ലാം മൃഗങ്ങൾ കഴിക്കുന്നുണ്ടോ, ഏതെല്ലാം പക്ഷികൾ വന്നുകൊണ്ട് കൂട് കൂട്ടുന്നുണ്ടോ, ഏതെല്ലാം മനുഷ്യർ അതിന്റെ താഴെ വന്നിരുന്നു കൊണ്ട് തണൽ ആസ്വദിക്കുന്നുണ്ടോ, ഇതെല്ലാം അവന്റെ ഖബറിലേക്ക് വരുന്ന പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാ. അതുകൊണ്ട് പൊതു നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപകാരമുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ പണിയെടുക്കാൻ, വ്യാപൃതരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പള്ളി നിർമ്മിക്കുക മാത്രമല്ല, മുസ്ഹഫ് ദാനമായി കൊടുക്കുക എന്നതല്ല, ഉപകാരപ്രദമായ അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന ഏതൊരു നന്മ ചെയ്താലും അത് മുഴുവനും എന്ത് ചെയ്യും, അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന. അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ വാർദ്ധക്യ സമയത്ത് ഒരു മരം നടുകയാണ്, ഒരു ചെടി നടുകയാണ്, ഒരു തൈ നടുകയാണ്. ആ സമയത്ത് അതിലൂടെ വന്നൊരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങാലും ഈ സമയത്ത് ഈ വൃക്ഷം നട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലമുണ്ടായി കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഉപകാരമില്ലാത്തൊരു മരം നിങ്ങൾ നടുകയാണോ, തൈ നിങ്ങൾ നടുകയാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി, ഇത് എനിക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്റെ മരണത്തിന് ശേഷം ഈ വൃക്ഷത്തിൽ നിന്ന് ആരെല്ലാം ഉപകാരമെടുക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം എന്ത് ചെയ്യും, എന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന. സിറിയയിലേക്ക് ഒരു സംഘത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയക്കുകയാണ്. ആ സംഘത്തെ സിറിയയിലേക്ക് അയക്കുകയും അതിന്റെ തലവനായിക്കൊണ്ട് യസീദ് ബിൻ അബീ സുഫിയാനെ ഏൽപ്പിക്കുകയും ചെയ്തു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ ആ സിറിയയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ 10ഓളം നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ യസീദ് ബിൻ അബീ സുഫിയാനിന് കൊടുക്കുകയാണ്. അതിൽപ്പെട്ട ഒരു ഉപദേശമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ കുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും, പ്രായം ചെന്നവരുണ്ടാകും, അവരെ നിങ്ങൾ വധിക്കരുത്. അതുപോലെ തന്നെ ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളെ നിങ്ങൾ വെട്ടിക്കളയരുത്, ഈന്തപ്പന മരങ്ങൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന്, അതുപോലെ തന്നെ വീടുകളെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ഫലം കാക്കുന്ന മരങ്ങളാണെങ്കിലും തണൽ മരങ്ങളാണെങ്കിലും വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൊതുബോധ്യമായ കാര്യമാണ്, പൊതു നന്മയ്ക്ക് ഉപയുക്തമാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ പ്രോത്സാഹനം നൽകാനും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതെല്ലാം ചെയ്യാനും നമ്മൾ സന്നിഹിതരാകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയം. ഇന്ന് നമുക്കറിയാം, പരിസ്ഥിതി ദിനമായിക്കൊണ്ട് ആചരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ ഏറ്റവും അധികം പ്രപഞ്ചത്തിനോട്, പ്രകൃതിയോട് കടമപ്പെട്ടിരിക്കുന്നത് നമ്മളാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പൊതു നന്മയ്ക്കും റബ്ബിൽ നിന്ന് കൃത്യമായി പ്രതിഫലങ്ങൾ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ ഒരു ചെടി നടുക. ആ ചെടിയിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക്
അതിലൂടെ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഈ മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ദൂഷ്യഫലമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ പ്രകൃതി അനുഭവിക്കുന്ന മുഴുവൻ നാശനഷ്ടങ്ങളെയും അതിനെ കരകയറ്റിക്കൊണ്ടുവരുവാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടുന്ന ഉപയുക്തമാകുന്ന പ്രവർത്തനങ്ങൾ, ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളും സന്നിഹിതരാകണം. കഴിയുന്ന രൂപത്തിലുള്ള നന്മകളൊക്കെ ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വേണ്ടി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് മാത്രം ഉപകാരം ലഭിച്ചാൽ പോരാ, സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ഏറ്റവും നല്ല ദാസന്മാരായി റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഏറ്റവും നല്ല മുസ്ലിമായി ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രകൃതിയോടും പ്രപഞ്ചത്തിനോടുമുള്ള നമ്മുടെ ബാധ്യതകളിൽപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ത്വഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണമാകുന്ന പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ വീടും പരിസരവും സമൂഹവും നമ്മൾ പോകുന്ന വഴികളും എന്തുമായിക്കൊള്ളട്ടെ, നാം ഇടപഴകുന്ന ഏതൊരു സാഹചര്യങ്ങളും ഏതൊരു സ്ഥലങ്ങളും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകാൻ നമ്മുടെ കരങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കരങ്ങൾ കൊണ്ട്, കൈകൾ കൊണ്ട് ഒരു വേസ്റ്റ് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കരങ്ങൾ കൊണ്ട് പ്രകൃതി മലിനമാകുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും വൃത്തിയായി ശുചിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഒരു മുസ്ലിം അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. വിസർജന മര്യാദകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ്, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിസർജിക്കരുത്, മൂത്രമൊഴിക്കരുത്. നമ്മൾ കാണാലോ, വഴിയിലൂടെ പോകുമ്പോൾ പല ആളുകളും റോഡരികിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, മൂത്രമൊഴിക്കുന്നു. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതിന് കൃത്യമായി മറയുണ്ടായിരിക്കണം, അതിന് കൃത്യമായ മര്യാദകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലോ കെട്ടിക്കിടക്കുന്ന വെള്ളം, നമുക്കറിയാം മഴ പെയ്യുന്ന സമയമാണ്, ഈ സമയത്തൊക്കെ ഈ രൂപത്തിലുള്ള മര്യാദകൾ ഒരു മനുഷ്യൻ, മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായ പല മര്യാദകളും ഈ കാര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യണം, പാലിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അവന്റെ ഒരു രീതിയിലും അവന്റെ ഭാഗത്ത് നിന്ന് ജലമലിനീകരണങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോ വായു മലിനീകരണങ്ങൾ, നമുക്കറിയാം സിഗരറ്റ് വലിക്കരുത് എന്ന് എത്ര പറഞ്ഞാലും പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഗൗരവങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉണർത്തി തന്നിട്ടും പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളുണ്ട്. ഇത് മുഖേന പല ആളുകൾക്കും പല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നുള്ളത് അവന്റെ ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട കടമകളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നതാണ്. വഴിയിൽ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കാണുകയാണ്, വഴിയിലൊരു പ്രയാസം, ഒരു കല്ല് കടന്നു, ആ കല്ലിന്റെ മുകളിലൂടെ, വലിയൊരു കല്ല് കിടക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലൂടെ ഒരു ബൈക്ക് കയറിയാൽ ഒരുപക്ഷെ മറിയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ അറിയാണ്ട് വന്ന് അയാളുടെ കാലതിൽ തട്ടാൻ സാധ്യതയുണ്ട്. ഈ ഉപദ്രവങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആ വഴിയിൽ നിന്നത് മാറ്റിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. വഴി ജനങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വിട്ടുകൊടുക്കണം. അവിടെ നമ്മുടെ കരങ്ങൾ കൊണ്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക എന്നുള്ളത് ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ്. ആ ഈമാനിന്റെ ശാഖയിൽപ്പെട്ട ഒന്നാണ് അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ലജ്ജയുണ്ടാകണം, നമുക്ക് ലജ്ജയുണ്ടാകണം.
ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു കാര്യം പോലും, പ്രകൃതിക്ക് പ്രയാസമുണ്ടാകുന്ന, ഉപദ്രവമുണ്ടാകുന്ന, പ്രകൃതിയെ മലിനമാക്കുന്ന ഒന്ന് പോലും നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കാൻ ഈ ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അറിഞ്ഞോ അറിയാതെയോ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ. ഈ ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെത്തയാക്കി തന്നിട്ടുണ്ട്, ആകാശത്തെ മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ വർഷിക്കുന്നതിലൂടെ ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവനമായിക്കൊണ്ട് കായ്ക്കനികൾ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് അള്ളാഹ് മാത്രമാണ്, അതിൽ അള്ളാഹ്ക്ക് മറ്റൊരു സഹായവുമില്ല. അതുകൊണ്ട് ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് റബ്ബിന് എന്ത് ചെയ്യരുത്? സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ഏകദൈവ വിശ്വാസികളായി ഏകദൈവ ആരാധനയോടുകൂടി തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് നിലനിന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ മുസ്ലിമീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു ആദർശ സുഹൃത്ത് എടവണ്ണയിലാണ്. അദ്ദേഹം ഇന്നലെ മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, പുഴയിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആ വെള്ളത്തിൽ പോയി അദ്ദേഹം മരണപ്പെടുകയാണ്. ആത്മാർത്ഥമായി നമ്മുടെ ദുആകളിൽ ഉണ്ടാകണം. തൗഹീദിന് വേണ്ടി ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള സേവനങ്ങൾ, സന്നദ്ധ സേവനങ്ങളുമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. കോവിഡ് കാലങ്ങളിലും പ്രളയമുണ്ടായ സമയങ്ങളിലൊക്കെ ഇലാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്ന വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുമുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും നീക്കി പൂർണ്ണമായ ശമനവും ആശ്വാസവും ആരോഗ്യവും നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൂർണ്ണമായ നിർഭയത്വവും സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചിലവുകൾ വേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.